ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. നെയ്മർ ജൂനിയറെ വേൾഡ് കപ്പ് ടീമിൽ ഉൾപ്പെടുത്തണോ എന്ന കാര്യത്തിൽ ബ്രസീലിൽ വലിയ സംശയങ്ങൾ ഉണ്ടായിരുന്നു. കാർലോ ആഞ്ചലോട്ടിക്കും അദ്ദേഹത്തിൻ്റെ കോച്ചിങ് സ്റ്റാഫിനും സംശയങ്ങൾ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ CBFൻ്റെ ടെക്നിക്കൽ കമ്മിറ്റിക്കും സംശയങ്ങൾ ഉണ്ടായിരുന്നു. CBFലെ സ്റ്റാഫുകൾക്ക് സംശയങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ഏറ്റവും ഒടുവിൽ നെയ്മർ ജൂനിയറെ ടീമിൽ ഉൾപ്പെടുത്താൻ തീരുമാനിക്കുകയായിരുന്നു. ഏതായാലും ആ തീരുമാനം ശരിയായിരുന്നു എന്നാണ് ഇപ്പോൾ CBFനകത്തുള്ളവർ വിശ്വസിക്കുന്നത് എന്നാണ് ESPN ബ്രസീൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതായത് സംശയങ്ങളെല്ലാം ഇപ്പോൾ നീങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. നെയ്മറുടെ വരവ് ടീമിന് ഒരു നല്ല ഊർജം നൽകുന്നു എന്നാണ് അവരിപ്പോൾ വിശ്വസിക്കുന്നത്. CBFും അവരുടെ ടെക്നിക്കൽ സ്റ്റാഫും ഇംപ്രസ് ആയി കഴിഞ്ഞിട്ടുണ്ട്. കാരണം നെയ്മർ ടീമിനകത്ത് ഒരു പോസിറ്റീവായ ഇൻഫ്ലുവൻസ് ആണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഒരു ലീഡർഷിപ്പ് റോള് അദ്ദേഹത്തിന് ഇപ്പോൾ കൈവന്ന് തുടങ്ങിയിട്ടുണ്ട്. മാത്രമല്ല നല്ല ഒരു പോസിറ്റീവ് വൈബ് ടീമിനകത്ത് ഉണ്ടാക്കാൻ നെയ്മർക്ക് കഴിയുന്നുണ്ട്. അത് ഈ CBFനെയും അവരുടെ ടെക്നിക്കൽ സ്റ്റാഫിനെയും ഇംപ്രസ് ചെയ്തു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ നെയ്മറുടെ കാര്യത്തിലുള്ള സംശയങ്ങൾ അവർക്ക് നീങ്ങിയിട്ടുണ്ട്. നെയ്മറെ വിളിച്ചത് ഒരു തെറ്റായ തീരുമാനമായിരുന്നില്ല എന്നാണ് CBF ഇപ്പോൾ വിശ്വസിക്കുന്നത് എന്നാണ് ESPN ബ്രസീൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇനിയിപ്പോൾ നെയ്മർ ചെയ്യേണ്ട കാര്യം എന്തെന്നാൽ പരിക്കിൽ നിന്ന് മുക്തനായിക്കൊണ്ട് മികച്ച പ്രകടനം നടത്തുക എന്നുള്ളതാണ്. എന്നാൽ കൂടുതൽ മതിപ്പ് പിടിച്ചു പറ്റാൻ നെയ്മർക്ക് സാധിക്കും എന്ന കാര്യത്തിൽ സംശയങ്ങൾ ഒന്നുമില്ല. ടീമിനകത്ത് പോസിറ്റീവായ ഒരു അന്തരീക്ഷം ഇപ്പോൾ നെയ്മർ ജൂനിയർ ഉണ്ടാക്കുന്നുണ്ട്. അത് എല്ലാവർക്കും സന്തോഷം നൽകുന്ന കാര്യമാണ്. ഇനിയിപ്പോൾ പരിക്കിൽ നിന്നും മുക്തനായിക്കൊണ്ട് നെയ്മർ ഒരു മികച്ച പ്രകടനം നടത്തണം. അതിനു വേണ്ടിയാണ് ആരാധകരും കാത്തിരിക്കുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ കാണാം.